തിരുവനന്തപുരത്ത് ഹോട്ടൽ ഉടമയെ മരിച്ച നിലയിൽ കണ്ടു. കേരള കഫേ സഹ ഉടമ ജസ്റ്റിൻ രാജാണ് മരിച്ചത്. കൊലപാതകമാണോ എന്ന് സംശയമുണ്ട്. വഴുതക്കാട് ഇടപ്പഴഞ്ഞിയിലാണ് സംഭവം നടന്നത്. 2 ഹോട്ടൽ തൊഴിലാളികൾ ഒളിവിൽ പോയിട്ടുണ്ട്. ഇവിടെ വന്നപ്പോഴത്തേക്ക് ഒരു സ്റ്റാഫ്, ഒരു ഹിന്ദിക്കാരൻ പയ്യുണ്ടായിരുന്നു. ഞങ്ങൾ വന്നിങ്ങനെ നോക്കുമ്പോഴത്തേക്ക് അവൻ പെട്ടെന്ന് ബാക്കിൽ പോയിട്ട് തലയിൽ കൈ വെച്ചുകൊണ്ട് അയ്യോ എന്ന് നിലവിളിച്ച് അവനൊരു സങ്കടമായിരുന്നു. നിലവിളിച്ച് അയ്യോ മറിയ. അവനും വാസ്തവത്തിൽ അപ്പോഴായിട്ട് വന്നതേ ഉള്ളൂ. അവൻ അവിടെയായിരുന്നു, കഫേയിലായിരുന്നു, സപ്ലൈയോ അങ്ങനെ എന്താ അതിൻ്റെ തൊഴിൽ. അപ്പോൾ ഇവൻ ഇങ്ങനെ പറഞ്ഞപ്പോഴത്തേക്ക് ഷിബുവും ഞാനും മാനേജര് ഷിബു പറഞ്ഞു അയ്യോ ശരി തന്നെ അതാ അവിടെ കിടപ്പുണ്ടെന്ന് പറഞ്ഞു. അങ്ങനെ ഞാനും പോയി നോക്കിയപ്പോഴത്തേക്ക് പുള്ളി മലന്ന് കിടക്കുന്നു. ഇതിൻ്റെ പുറത്ത് ഒരു എന്തോ മറ്റേ മെത്ത, ചെറിയ കനം കുറഞ്ഞ മെത്ത എൻ്റെ പുറത്തെടുത്ത് വെച്ചിട്ടുണ്ട്. ഈ സംഭവത്തിൻ്റെ കൂടുതൽ വിവരങ്ങൾ അറിയാൻ മനീഷ് മഹിവാൽ ടെലിഫോണിൽ ചേരുന്നു തിരുവനന്തപുരത്ത് നിന്ന്. മനീഷ്, എന്താണ് സംഭവിച്ചത്? ഈ ചിത്രത്തിലുള്ള ആളാണ് മരണപ്പെട്ടതെന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. ഈ മരണത്തിൽ ദുരൂഹതയുണ്ടെന്നാണോ നാട്ടുകാർ പറയുന്നത്? SKN മരണത്തിൽ ദുരൂഹതയുണ്ട്. ഈ കേരള കഫേ, അതായത് വഴുതക്കാട് പ്രവർത്തിക്കുന്ന ഒരു കേരള കഫേയുടെ സഹ ഉടമയാണ് 60 വയസ്സുകാരനായ ജസ്റ്റിൻ രാജ്. 2 ദിവസമായി പക്ഷേ ഈ സ്ഥാപനത്തിലെ ജീവനക്കാർ ചിലർ ഈ സ്ഥാപനത്തിലേക്ക് ജോലിക്ക് എത്തിയിരുന്നില്ല. അപ്പോൾ അവരെ ഫോണിൽ ബന്ധപ്പെട്ടപ്പോൾ അവർ താമസിക്കുന്ന ക്യാമ്പിൽ, അതായത് അവർക്ക് വാടകയ്ക്ക് വേണ്ടിയിട്ട് ഇടപ്പഴിഞ്ഞിൽ അവർക്ക് താമസിക്കാൻ ഒരു താമസ സ്ഥലം ഈ ജസ്റ്റിൻ രാജ് തന്നെ ഏർപ്പെടുത്തിയിരുന്നു. ഇവിടെ ഈ 2 ദിവസ സമയം ജോലിക്ക് എത്താതെ ഈ ജീവനക്കാർ, അവർ അതിഥി തൊഴിലാളികളാണ്, അവർ 9 പേർ താമസിക്കുന്നു. പക്ഷേ അതിൽ 2 പേരാണ് ഈ സ്ഥാപനത്തിലേക്ക് എത്താതെ ഈ താമസിക്കുന്ന സ്ഥലത്തിരുന്ന് മദ്യപിച്ചുകൊണ്ടിരുന്നത്. അങ്ങനെ ഇവരെ എന്തുകൊണ്ടാണ് ജോലിക്ക് എത്താത്തതെന്ന് തിരക്കാൻ വേണ്ടിയിട്ട് ഇന്ന് രാവിലെയോടുകൂടിയാണ് ജസ്റ്റിൻ രാജ് ഇവർ താമസിക്കുന്ന ഇടപ്പഴിഞ്ഞിയിലെ വീട്ടിലേക്ക്, അല്ലെങ്കിൽ ആ വസതിയിലേക്ക് എത്തിയത്. പക്ഷേ ഉച്ചയായിട്ടും ഇദ്ദേഹം തിരിച്ചു വരുന്നില്ല. അദ്ദേഹത്തിന്റെ ഭാര്യയും മറ്റു ഹോട്ടലിലെ ജീവനക്കാരും ഒക്കെ തന്നെ തിരക്കി. അങ്ങനെ വൈകുന്നേരം 5 മണിയോടുകൂടി മറ്റൊരു അതിഥി തൊഴിലാളി ഈ വീട്ടിലേക്ക് എത്തിയ സമയത്താണ് ജസ്റ്റിൻ രാജിനെ വീട്ടിനുള്ളിൽ, ഈ ഇടപ്പഴിഞ്ഞിന്റെ വീട്ടിനുള്ളിൽ മുഖത്ത് ചോരയുണ്ട്, മരിച്ച നിലയിൽ കണ്ടെത്തിയത്. അങ്ങനെ പോലീസ് വന്ന് ആദ്യം ഇൻക്വസ്റ്റ് നടപടികൾ പുരോഗമിക്കുകയാണ്. പോലീസിന്റെ പ്രാഥമികമായ അന്വേഷണത്തിൽ ഇത് കൊലപാതകമാണ്. പക്ഷേ 2 അതിഥി തൊഴിലാളികൾ ഇപ്പോൾ ഇവിടെ നിന്നും ആ സ്ഥലത്ത് താമസിക്കുന്ന 2 പേർ ഒളിവിലാണെന്ന വിവരമാണ് പോലീസിന് ഇപ്പോൾ പങ്കുവയ്ക്കാനുള്ളത്. ഇൻക്വസ്റ്റ് നടപടികൾക്ക് ശേഷം മാത്രമായിരിക്കും എങ്ങനെയാണ് കൊലപ്പെടുത്തിയത്, എന്തിനു വേണ്ടിയിട്ടാണ് കൊലപ്പെടുത്തിയത്, എന്താണ് തർക്കത്തിന് കാരണമായത്. ഒപ്പം തന്നെ ഇത് ആസൂത്രിതമായിട്ടുള്ള കൊലപാതകമാണെന്നുള്ള ഒരു രീതിയിലേക്ക് പോലീസ് പോയിട്ടില്ല. പക്ഷേ പെട്ടെന്നുണ്ടായ പ്രകോപനത്തിലാണ് ഇവർ കൊലപ്പെടുത്തിയത്. എങ്ങനെ കൊലപ്പെടുത്തി, ഒപ്പം തന്നെ ഈ പ്രതികൾ എങ്ങോട്ടേക്ക് പോയി, മ്യൂസിയം പോലീസാണ് ഇത് സംബന്ധിച്ച കേസ് അന്വേഷിക്കുന്നത്. സിറ്റി പോലീസ് കമ്മീഷണർ തോംസൺ ജോസ് ഈ സംഭവ സ്ഥലത്തെത്തി കാര്യങ്ങളൊക്കെ തന്നെ നിരീക്ഷിക്കുന്നുണ്ട്. ഒപ്പം തന്നെ ഇതുമായി ബന്ധപ്പെട്ട് ഈ അതിഥി തൊഴിലാളികൾ പോകാനുള്ള സാധ്യത മനസ്സിലാക്കിക്കൊണ്ട് റെയിൽവേ സ്റ്റേഷൻ, ബസ് സ്റ്റാൻഡുകളൊക്കെ തന്നെ വലിയ രീതിയിലുള്ള അന്വേഷണമുണ്ട്. നാളെ പൊതു പണിമുടക്കായതുകൊണ്ട് തന്നെ ദൂരേക്ക് അവർക്ക് പോകാനുള്ള സാധ്യത വിരളമാണ്. അതുകൊണ്ട് തന്നെ എത്രയും വേഗം ഈ പ്രതികളെ പിടികൂടാൻ സാധിക്കുമെന്നാണ് പോലീസ് മനസ്സിലാക്കുന്നത്. പക്ഷേ ഈ കൊലപാതകം നടത്തിയതിനെ സംബന്ധിച്ചുള്ള കൂടുതൽ വിശദാംശങ്ങൾ പോലീസിന് എടുക്കേണ്ടതുണ്ട്. ഈ ജസ്റ്റിൻ രാജിനെ കൊലപ്പെടുത്താനുള്ള കാര്യത്തിലേക്ക് എങ്ങനെ എത്തിയെന്നുള്ള കാര്യങ്ങളിലേക്ക് പോലീസ് അന്വേഷിക്കുന്നു. ഒപ്പം തന്നെ ഹൃദയ സംബന്ധമായ ചില അസുഖങ്ങൾ കൂടി ജസ്റ്റിൻ രാജിന് ഉണ്ടായിരുന്നു. അങ്ങനെ ഇവർ തമ്മിലുള്ള തർക്കത്തിനിടയിൽ മർദ്ദനമേറ്റതാണോ ഈ മരിക്കാനിടയായത് എന്ന കാര്യം കൂടി അന്വേഷിക്കേണ്ടതുണ്ട്. എന്താണെങ്കിൽ ഇതിപ്പോൾ നിലവിൽ വിരലടയാള വിദഗ്ധരും ഒപ്പം തന്നെ പോലീസും ഒക്കെ തന്നെ അവിടെയുണ്ട്. ഇൻക്വസ്റ്റ് നടപടികൾ പുരോഗമിക്കുകയാണ്. അതിനുശേഷം മൃതദേഹം തിരുവനന്തപുരം ജില്ലാ ജനറൽ ആശുപത്രിയിലേക്ക് മാറ്റും. അവിടെ വെച്ചായിരിക്കും പോസ്റ്റ്മോർട്ടം നടപടികൾ. പോസ്റ്റ്മോർട്ടത്തിന് ശേഷം മാത്രമേ. മനീഷ് മഹിവാലാണ് തിരുവനന്തപുരത്ത് ടെലിഫോണിൽ ഉണ്ടായിരുന്നത്.